അപ്പോൾ അവിടുന്ന് ശരിക്കും സമരപന്തലാണോ പൊളിച്ച് നീക്കേണ്ടത്, അല്ലെങ്കിൽ ആ ടോൾ ഗേറ്റാണോ പൊളിച്ച് നീക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അൻപുകൊണ്ടും സമരവൻപുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ. നോക്കുദൂരെ ഏറെ ദൂരെയല്ലാത്തൊരു വഴിവിളക്കിന്നരുണ. സുഹൃത്തുക്കളെ, നമസ്കാരം. കാസർഗോഡ് ജില്ലയിലെ മാന്യമഹാജനങ്ങളെ, കുമ്പള ആരിക്കാടി ടോൾഗേറ്റ് പ്രശ്നം ഇതുവരെയും നമുക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആദ്യമായി മഞ്ചേശ്വരം MLA അഷ്റഫ് അവർക്ക് 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. രാത്രിയോ പകലോ എന്നില്ലാതെ അവിടെ സമരം ചെയ്യുകയും ഇപ്പോഴെന്നല്ല ഇതിൻ്റെ തറക്കല്ലിടുന്ന സമയത്ത് തന്നെ സമരത്തിൽ ഏർപ്പെടുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്ത വ്യക്തി എന്ന നിലക്ക് അസീസ് കളത്തൂർ എല്ലാ സമരത്തിലും സമരനായകനായി മുന്നിൽ ഉണ്ടായിരുന്നു. ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതമോ നോക്കാണ്ട് നമ്മൾ എല്ലാ ജനങ്ങളും ഇതിനെതിരായി പ്രവർത്തിക്കണം. ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു വോയിസ് കേൾക്കാനിടയായി. അവിടെ പോയി അത് തകർത്തു ഇത് തല്ലി തകർത്തു എന്ന് പറഞ്ഞ് അതുകൊണ്ട് മറ്റൊരു പാർട്ടിക്ക് വിഷമമാവുന്ന രീതിയിൽ നമ്മളൊരു സംസാരം ഇതിൽ സംസാരിക്കാൻ പാടേയില്ല. ഇതിൽ ഏത് പാർട്ടിയാണോ, ഞാൻ ഏത് പാർട്ടിയാണോ, നിങ്ങളേത് പാർട്ടിയാണോ എന്ന് ഒരിക്കലും ഇതിൽ നോക്കാൻ പാടില്ല. ഇത് നമ്മുടെ നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംഭവം നമ്മൾ ഓരോരുത്തരും സമരമുഖത്ത് ഇറങ്ങുന്നത്. ഇന്നലെ അവിടെ ചില അനിഷ്ട അവസ്ഥ ഉണ്ടായതുകൊണ്ട് സമരപന്തൽ പൊളിച്ചു നീക്കാനും വളരെയധികം പേരെ MLA അടക്കം ഉള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനും ഇടവന്നു. ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ ഇത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ടോളാണ്. അപ്പോൾ നമ്മുടെ പോലീസ് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രവർത്തിക്കുന്നത്? അപ്പോൾ അവിടുന്ന് ശരിക്കും സമരപന്തലാണോ പൊളിച്ച് നീക്കേണ്ടത്, അല്ലെങ്കിൽ ആ ടോൾ ഗേറ്റാണോ പൊളിച്ച് നീക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഇനിയും ഇതിനെതിരെ സംസാരിക്കാതെ ഇരുന്നാൽ ഇത് യാഥാർത്ഥ്യമാകും. അവിടെ ടോൾ പിരിക്കാൻ തുടങ്ങും. ഒരിക്കലും ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഉണ്ടാവേണ്ട ഒരു സാധനം അല്ല. ഈ ടോൾ ഗേറ്റ് 22 കിലോമീറ്റർ പരിധിയിൽ ഒരു ടോൾ ഗേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പുറം എത്തുമ്പോൾ വീണ്ടും ഒരു ടോൾ ഗേറ്റ് എടുക്കണം. അപ്പോൾ ഇനിയും ഇതിനെതിരായി നമ്മുടെ നാട്ടിലുള്ള ഓരോ ജനങ്ങളും, പ്രത്യേകിച്ച് യുവാക്കൾ, മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും, എല്ലാ ജനങ്ങൾക്കും, എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങൾ. ഇനിയും ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. ഇതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയും ഇതൊരു സമരമായി മുന്നോട്ട് തന്നെ പോകണമെന്ന്. ഈ ടോൾ ഗേറ്റ് നമുക്കൊരിക്കലും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല, നമ്മുടെ നാട്ടിൽ വരേണ്ടതല്ല എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് നിർത്തുകയാണ്. 1000 അഭിനന്ദനങ്ങൾ.